അവിടുത്തെ ഒരു മാറ്റം, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു 30 വർഷത്തെ ഭരണം, അതിൽ നിന്ന് അത്ഭുതകരമായി അത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് ബംഗാൾ മാറി. മമതാ ബാനർജിയുടെ അത് കഴിഞ്ഞ് BJPയും പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് വന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അത് പിന്നെ എന്താ കാര്യം വെച്ചാൽ ഇത് സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ സമയത്ത് അവിടെ എപ്പോഴും ഞാൻ ഒരു വയലൻസ് കൾച്ചർ ഓഫ് വയലൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു അന്ന് വയലൻസ് വളരെയധികം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിച്ചിരുന്നു, നക്സലൈറ്റുകൾക്കെതിരായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അവസാനം ഇടതുപക്ഷം വന്നു, പല നല്ല കാര്യങ്ങളും ചെയ്തു. ഒന്ന് ഈ പഞ്ചായത്ത് ഇത് ഈ 3 ടയർ പഞ്ചായത്ത് രാജ്, അതുപോലെ ഇലക്ഷൻ വികേന്ദ്രീകരണം, അതിന് പൈസ കൊടുത്തു, പവർ കൊടുത്തു കൂടുതലായിട്ട്. അപ്പം അതല്ലാതെ തന്നെ ഈ എന്താ പറയുക കൃത്യമായിട്ട് ഇലക്ഷൻസ് നടക്കാൻ തുടങ്ങി. ഈ ഇതിനകത്ത് എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ നേരത്തെ കേരളത്തിൽ ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇലക്ഷൻ വല്ലപ്പോഴും ആയിരിക്കും. അപ്പോൾ 20 വർഷമായിട്ട് ഒരാൾ തന്നെ ആയിരിക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പിന്നെ ഇലക്ഷനിൽ ഇവിടെ അങ്ങനെ റെഗുലറായിട്ട് 5 വർഷം കൊണ്ട് ഇലക്ഷൻ, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ലതായിരുന്നു. വികേന്ദ്രീകരണം അവിടെ നിന്നാണ്, അതാണ് എക്സാമ്പിൾ. അതിൽ നിന്നാണ് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ പോയിരുന്നു. അതുപോലെ തന്നെ ഈ എന്താണ് ഇത് പാട്ടമുള്ള പാട്ടക്കാർക്കൊക്കെ റെഗുലറൈസ് ചെയ്തു. അതുപോലെ എല്ലാവർക്കും ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടി മിക്കവാറും പേർക്ക്. വലിയ ലാൻഡ് ഹോൾഡിങ്സൊക്കെ മാറ്റി. ചിലർ രക്ഷപ്പെട്ടവരുണ്ട് ഏതെങ്കിലും സ്വാധീനത്തിലൊക്കെ. അത് എന്നും പെർഫെക്റ്റ് അല്ല, പക്ഷേ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും ഒരു സ്റ്റേക്സ് കിട്ടി. ജനങ്ങൾ ഭൂരിപക്ഷത്തിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ നമ്മൾ ലോക്കൽ പഞ്ചായത്തിൽ മെമ്പറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഒരു 5 സെൻറ്റ് സ്ഥലം നമുക്ക് കിട്ടി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്, മൊത്തത്തിലൊരു പോസിറ്റീവായ ഒരു കാര്യം ഉണ്ടായി. മൊത്തത്തിലൊരു അന്ന് മുമ്പുണ്ടായിരുന്ന വയലൻസ് ഒരുപാടുണ്ടായിരുന്നു, ഒരു ലോലെസ്നെസ് ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ അജിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അതിനെ മറ്റ് ബ്രൂട്ടലായിട്ടുള്ള സപ്രഷൻ ഉണ്ടായിരുന്നു, മാവോയിസ്റ്റ്, അതെല്ലാം മാറി. അതെല്ലാം ഏതാണ്ട് സിദ്ധാർത്ഥ ശങ്കരുടെ അവസാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റുകളുടെയൊക്കെ, മാവോയിസ്റ്റ് എന്നല്ല എന്ന് പറഞ്ഞാൽ നക്സലൈറ്റ്, അതൊക്കെ മിക്കവാറും പോയി. പക്ഷേ ഇനി ഈ സംഘടനകൾ പോയി സ്റ്റേബിൾ ഗവൺമെൻറ് വന്നു ജ്യോതിബാസു നേതൃത്വത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് അക്യൂമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പോയി. പക്ഷേ എപ്പോഴും ഒരു എതിർപ്പുണ്ടാവില്ല, ഹാവ് നോട്ട്സ് വരും. ഓരോ ഗ്രാമത്തിലും കിട്ടാത്തവരുടെ ഒരു ഹാവ് നോട്ട്സ് വരുന്നുണ്ട്, ഈ പൈസയിൽ കൺട്രോൾ ഇല്ലാത്ത. അപ്പോൾ പാർട്ടിയിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു ഹാവ് നോട്ട്സ് വരികയും അത് ചിലയിടത്തൊക്കെ അവർ ആദ്യം ചിലപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകും, കോൺഗ്രസ്സിനെ ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലയിടത്ത് ഞാൻ കടക്കൂല ജാർഖണ്ഡ് പാർട്ടിയിലേക്ക് ചിലർ പോയി, അവർ CPM-ലെ ചിലരെ കൊല്ലുകയൊക്കെ ചെയ്തു എൻ്റെ സമയത്ത് തന്നെ. അങ്ങനെ അതൊരു വേറൊരു കഥയാണ്. അപ്പം തിരിച്ചിങ്ങോട്ടും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചിലയിടത്തൊക്കെ പിന്നീട് BJP വന്നു. പക്ഷേ പിന്നെ BJP അതുപോലെ അത്രയും പിന്നെ പുറകോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കോൺസിസ്റ്റൻ്റായിട്ട് ഇതിനകത്ത് ഇവരെ എതിർത്തതും അതിന് ഏറ്റവും എല്ലാ വിഭാഗങ്ങളിലും ജനപ്രീതിയും ഒക്കെ ഉണ്ടായിരുന്നതാണ് മമതാ ബാനർജി. അപ്പോൾ അവരുടെ ഇതിൽ നിന്നാണ് വന്നത്. പക്ഷേ അപ്പോൾ അവർ വന്നപ്പോഴും ഈ ഹാവ് നോട്ട്സൊക്കെ തന്നെ അവരുടെ കൂടെ ആയി. ഈ സ്ട്രീറ്റിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ സൈഡിലുള്ളവരൊക്കെ ഇവരുടെ സൈഡിലായി. ഇപ്പോൾ ഗുണ്ടാകളും ഒക്കെ ഒരുപാട് പേരുടെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ BJP-യിൽ ഇത്തരം കക്ഷികൾ തന്നെയാണുള്ളത്. ഈ പറഞ്ഞ ഗുണ്ടായിസോ ഇതെല്ലാം തന്നെ അത് വ്യത്യസ്തമേ അല്ല. ഞാനിവിടെ ഡിസ്റ്റൻസിൽ എന്ന് പറയാം, ഒരു പാർട്ടിയുടെയും ഒരു അന്യായമായ സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കൾച്ചറൽ ഡെമോക്രാറ്റിക് സ്പേസിൽ തന്നെയുള്ള വയലൻസ് പ്രോൺ അതൊരു ഇതാണ്. പക്ഷേ ഡെമോക്രാറ്റിക് സ്പേസ് അന്നുണ്ട്. വന്നു തന്നെ ഈ ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടല്ല, ഏറ്റവും വലിയ ഗ്രൂപ്പ് അവരുടെ ആയിരിക്കാം. പക്ഷേ നല്ലൊരു ശതമാനവും മെജോറിറ്റി കൂടുതലും CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് അല്ലായിരുന്നു. 86-ലെ ഇലക്ഷനൊക്കെ വരുമ്പോൾ തന്നെ അങ്ങനെയല്ല. പക്ഷേ ഇലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇവർ യുണൈറ്റഡ് ആയതുകൊണ്ട് മറ്റേവർ അങ്ങനെ യുണൈറ്റഡ് വെൽ പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടില്ല. പക്ഷെ അപ്പം അങ്ങനെ പോയി അവസാനം ഒരു നല്ലൊരു ലീഡർ വരുമ്പോൾ മാറ്റം എപ്പോഴും ഏത് ഡെമോക്രസിയിലും ആവശ്യമാണ്. അപ്പം അങ്ങനെ നല്ലൊരു ലീഡർ വന്നു, മാറ്റം വന്നു. അപ്പോൾ അതാണ് ഇപ്പോഴും. അതുപോലെ നല്ലൊരു ലീഡർഷിപ്പ് വരികയാണെങ്കിൽ പക്ഷേ മമതാ ബാനർജിയുടെ ഇത് മാറിയേക്കാം BJP. അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ ഇത് വന്നപ്പോൾ സത്യത്തിൽ CPM-ൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന സംഘർഷവും ആക്രമണവും ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഇപ്പുറത്തും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം പ്രത്യേകിച്ചും സാറിൻ്റെ ആ ഒരു ജില്ല 24 പർഗൻസ് നമ്മൾ എപ്പോഴും വാർത്തയിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടക്കുന്ന ഇതായിട്ട് മാറി. അങ്ങനെയാണ് എൻ്റെ പക്ഷേ സാധാരണ ജനങ്ങൾ ഈ സ്ട്രീറ്റ് ഇതൊക്കെ ഒരു വിഭാഗം. പക്ഷേ അതെല്ലാം ജനങ്ങൾ തന്നെ അത് മാറുമല്ലോ. കുറേ നാൾ ഭരണം നടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പുതുമയും അതിൻ്റെ ആദ്യത്തെ നല്ല കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ ഇല്ലാതായി. ഒരുപാട് കറപ്ഷനൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാൻ പോയ ശേഷമാണ് ആ പോളിസിയിലൊക്കെ ഒത്തിരി മാറ്റം വന്നു. അതായത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ അത് വളരെ ഒരു
എന്താണ് കുറച്ച് വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അത് നടപ്പാക്കാൻ നോക്കി. അത് സിംഗൂർ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയും അപ്പോൾ എവിടെയോ ഒരു ടച്ച് നഷ്ടപ്പെടും ജനങ്ങൾ. 2006 വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരികയാണ് ചെയ്തത് CPM. തിരിച്ചു വെച്ചാൽ 2001 കുറഞ്ഞു പോയിരുന്നു, മമതാ ബാനർജി ഒന്ന് മുമ്പോട്ട് വന്നിരുന്നു. പക്ഷേ അത് 2006 ആയപ്പോഴത്തേത് മുഴുവൻ മാറി, അപ്പോൾ വളരെ മുമ്പോട്ട് തന്നെ വന്നു. പക്ഷേ അതിന് ശേഷം എന്തോ ഒരു ആത്മവിശ്വാസം കൂടിയതുകൊണ്ട് എന്തോ 2011 ഇലക്ഷൻ വന്നപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അറ്റ്മോസ്ഫിയർ വളരെ മോശമായിപ്പോയി. പക്ഷേ എങ്കിൽ പോലും ഈ പൂർണ്ണമായും ഒരു തകർച്ചയിലേക്ക് പോകുന്നു, ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് പഠിക്കേണ്ടതാണ്. ഞാൻ ദൂരെ നിന്ന്, പക്ഷേ അത് അവിടെ അതെന്താണെന്ന് എനിക്കോട്ട് പറയാം. അതെന്തൊരു ലീഡർഷിപ്പിൻ്റെ ഫെയിലിയർ ആയിരിക്കാം. അതിനെ പിന്നെ ഒരു പരാജയം എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തിരിച്ചു വരാമായിരുന്നു. കാരണം ഇവരുടെ ഭരണത്തിൽ ഒത്തിരി പാളിച്ചകളുണ്ട്. അപ്പോൾ അതിനെ കാണിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ട് വന്ന് തിരിച്ചു വരാൻ പറ്റുക. പക്ഷേ എവിടെയോ പിന്നെ CPMൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പെശക് പറ്റിക്കാണും. അതെനിക്ക് വ്യക്തിപരമായി അറിയില്ല. ഒടുവിൽ കോൺഗ്രസും CPM ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നിരിക്കുമ്പോൾ ഒരു അക്കാഡമിക്കായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണത്. അതൊരു പരാജയം. ഇത്രയും നല്ല ലീഡർഷിപ്പ് നേരത്തെ ജ്യോതി ബാസു, ദേവബ്രത ഭട്ടാചാര്യ, അദ്ദേഹമാണ് ഈ ലാൻഡ് റിഫോംസിൻ്റെ വളരെ നല്ല ലീഡർഷിപ്പും ഒക്കെ ആദ്യമായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആളുകളാണ്. പക്ഷെ പിന്നീട് അതെന്തോ എവിടെയൊക്കെയോ ചില ഡിസ്കണക്റ്റ് വന്നു. ഒരുപാട് നാൾ ഭരിക്കുമ്പോൾ തന്നെ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ ഇതിൻ്റെ ബീജങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ശരികളെക്കാട്ടി കൂടെ തെറ്റുകൾ കൂടി വന്നു.